വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് കൗതുക വാർത്തകൾ ചർച്ച ചെയ്യുന്നു പെഗ് എന്ന വാക്കിനെ കുറിച്ച്. പെഗ് എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് മദ്യത്തിന് പെഗ് അളവ് വന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിന് പിന്നിലെ രസകരമായ കഥയെക്കുറിച്ചും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മദ്യത്തിന്റെ അളവ് പെഗ്ഗായി കണക്കാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അതിശയകരമാണെന്ന് തോന്നുമെങ്കിലും ആഗോളതലത്തിൽ പാനീയങ്ങളെ ഷോട്ടുകളായി കണക്കാക്കുമ്പോൾ മദ്യത്തിന്റെ സാധാരണ അളവ് പെഗ് എന്ന് പരാമർശിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണെന്ന് ഓർക്കുക. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും മദ്യപാനികൾക്ക് തെല്ലും കുറവില്ല. ചിലരാകട്ടെ മദ്യത്തിന് അടിമകളുമാണ്. ചിലർ മദ്യം ഉപേക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ മദ്യാസക്തി പ്രകടിപ്പിക്കുന്നവരുമാണ്. പാർട്ടി ചെറുതായാലും വലുതായാലും മദ്യം ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മദ്യപാനം ഇന്ന് വളരെ സാധാരണമായ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നുവെങ്കിലും മദ്യാസക്തി കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ലെന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം. ഇന്ന് പെഗ് എന്ന് കേൾക്കാത്തവർ ഉണ്ടാവില്ല. എന്നാൽ പെഗ് എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്നും ആരാണ് പെഗ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതെന്നും പെഗിന്റെ പൂർണ്ണനാമം എന്താണെന്നും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മദ്യത്തിന്റെ അളവ് പെഗ്ഗായി കണക്കാക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ചർച്ച ചെയ്യുന്നത്. ഇത് അതിശയകരമായ ഒന്നു തന്നെയാണ്. ആഗോളതലത്തിൽ പാനീയങ്ങളെ ഷോട്ടുകളായി കണക്കാക്കുമ്പോൾ ഇന്ത്യയിൽ പെഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ നിങ്ങൾക്കറിയും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പെഗ് എന്ന് ഉപയോഗിക്കുന്നതെന്ന്. പെഗ് എന്ന വാക്കിന്റെ അർത്ഥം പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ്, അമൂല്യമായ ഈവനിങ് ഗ്ലാസ് എന്നാണ്. പെഗിന്റെ വിവർത്തനം UK-യിലെ ഖനിത്തൊഴിലാളികളുടെ ഒരു പഴക്കമുള്ള കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത ആധികാരികമാക്കാൻ കൂടുതൽ രേഖകളില്ലാത്ത തെളിവുകളില്ലെങ്കിലും ഒരു നീണ്ട ദിവസത്തെ ജോലിക്ക് ശേഷം ഖനിത്തൊഴിലാളികൾ അവരുടെ പാനീയത്തെ അമൂല്യമായ ഈവനിങ് ഗ്ലാസ് എന്ന് വിളിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് പെഗിന് പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ് എന്ന പേര് വന്നത്. UK-യിൽ ഖനിത്തൊഴിലാളികൾക്ക് ഒരു ചെറിയ കുപ്പി ബ്രാൻഡി നൽകുമായിരുന്നു അത്രേ. അവരുടെ ദൈനംദിന ജോലികൾ അത്രയേറെ ദുഷ്കരമായ ജോലികളായിരുന്നു. കാലാവസ്ഥയിലെ തണുപ്പിനെ മറികടക്കാനുമാണ് ഈ ഒരു കുപ്പി ബ്രാൻഡി നൽകുന്നത്. ഒരു നീണ്ട ദിവസത്തിന് ശേഷം വിശ്രമിക്കാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുമായിരുന്നു ഇത് നൽകിയിരുന്നത്. ഖനിത്തൊഴിലാളികൾ തങ്ങളുടെ ചെറിയ ഗ്ലാസ് ബ്രാൻഡി ആസ്വദിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനാൽ അവർ അതിനെ അമൂല്യമായ ഈവനിങ് ഗ്ലാസ് എന്ന് വിശേഷിപ്പിച്ചു. അത് പിന്നീട് പെഗ് എന്ന് വിളിക്കപ്പെട്ടു, പ്രഷ്യസ് ഈവനിങ് ഗ്ലാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്യം 2 യൂണിറ്റുകളിൽ മാത്രമാണ് അളക്കുന്നത്. ഒരു ചെറിയ പെഗ്ഗിന് 30 മില്ലിയും വലിയ പെഗ്ഗിന് 60 മില്ലിയും. ഇത് സൗകര്യാർത്ഥം ഉപയോഗിക്കുകയും പിന്നീട് അത് ഇന്ത്യൻ മദ്യപാന സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് വിചിത്രമായി തോന്നാം. എന്നാൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ മദ്യം 25 മില്ലിക്ക് സിംഗിൾ അല്ലെങ്കിൽ 50 മില്ലിക്ക് ഡബിൾ എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മദ്യത്തിന്റെ അളവളക്കാൻ സാധാരണമായി ഉപയോഗിക്കുന്ന വോളിയത്തിന്റെ ഒരു യൂണിറ്റ് ആണ് പെഗ്. ഇന്ത്യയിൽ സ്പിരിറ്റ് അളക്കാൻ ഷോട്ടുകൾക്ക് പകരം പെഗ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. അതായത് ആ കുറ്റി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. അതിനെയാണ് പെഗ് എന്ന് വിളിക്കുന്നത്. പെഗ് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട് കേട്ടോ. പ്രധാനമായും ഇതൊരു സാമ്പത്തിക മെട്രിക്, ഒരു മെഡിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു രാസ സംയുക്തം എന്നിവയെ സൂചിപ്പിക്കാനും പെഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പെഗ് അനുപാതം, അതായത് പ്രൈസ് ടു ഏർണിംഗ്സ് ഗ്രോത്ത് റേഷ്യോ എന്നത് ഒരു ഓഹരിയുടെ മൂല്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക അളവ് കൂടിയാണ്. ഇത് ഓഹരിയുടെ വിലയും വരുമാനവും വളർച്ചയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നു. മെഡിക്കൽ രംഗത്താണെങ്കിൽ പെഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ പെർക്യൂറ്റേനിയസ് എൻഡോസ്കോപ്പിക് ഗ്യാസ്ട്രോണമി എന്നത് ആഹാരം നൽകുന്നതിനുമായി ശരീരത്തിൽ സ്ഥാപിക്കുന്ന ഒരു ട്യൂബിനെയും സൂചിപ്പിക്കുന്നു. അതിനെയും പെഗ് എന്ന് വിളിക്കാറുണ്ട്. രസതന്ത്രത്തിലാണെങ്കിൽ പെഗ് പോളി എത്തിലീൻ ഗ്ലൈക്കോൾ എന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്കും ഔഷധങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് പെഗ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കിയാൽ അതിന് കൃത്യമായ ഉത്തരമാണ് നൽകാൻ കഴിയുക. മദ്യപാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പെഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്യത്തിന്റെ അളവ് അളക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ഇന്ത്യൻ സംസ്കാരത്തിൽ, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ പെഗ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പെഗ് എന്ന വാക്കിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിശേഷണം. പെഗ് എന്ന വാക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് നാം ചർച്ച ചെയ്തു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു കൗതുക വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.